അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിലാണ് 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രാവിലെ 9 മണിക്ക് ബജറ്റ് അവതരിപ്പിക്കും. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാമത്തെ സമ്പൂർണ്ണ ബജറ്റ് ആണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? അധിക വരുമാനത്തിന് എന്തൊക്കെയായിരിക്കും മാർഗങ്ങൾ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഞങ്ങളുടെ വിവിധ റിപ്പോർട്ടർമാർ, അതോടൊപ്പം തന്നെ അതിഥികൾ ഒപ്പം ചേരുന്നുണ്ട്. ഒപ്പം മറ്റു ചില ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കൂടി. മദ്യത്തിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ ഫയലുകളിൽ ഉറങ്ങുമ്പോൾ കഴിഞ്ഞ വർഷം മാത്രം മദ്യവിൽപ്പനയിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തിയത് 18,500 കോടി രൂപയാണ്. IT വ്യവസായ പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കും എന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കും എന്ന പ്രഖ്യാപനവും നടപ്പിലായില്ല. വീര്യം കുറഞ്ഞ മദ്യം ഉൽപാദനം, സ്പിരിറ്റ് ഉൽപാദനം, ബെവറേജസ് ഔട്ട്ലെറ്റുകളുടെ നവീകരണം തുടങ്ങി മദ്യവ്യവസായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ ഏറെയുണ്ടായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ. പക്ഷേ വാഗ്ദാനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നതാണ് വസ്തുത. അതിനിടെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മദ്യവിൽപ്പനയിലൂടെ മാത്രം 18,515 കോടി രൂപ ഖജനാവിലേക്ക് എത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മദ്യവ്യവസായത്തിലൂടെ സർക്കാരിനുണ്ടായത് ബമ്പർ നേട്ടം. IT ടെക്നോ പാർക്കുകളിലെ മദ്യശാലകൾ എന്ന പദ്ധതി നിയമസഭാ സമിതിയുടെ പരിഗണനയിലാണെന്നാണ് സൂചന. കശുമാങ്ങയുടെ ദൗർലഭ്യം ആണ് പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യോൽപാദനത്തിന് തടസ്സം എന്നാണ് വിശദീകരണം. മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ലാഭകരമല്ലെന്നാണ് കണ്ടെത്തൽ. മദ്യവിൽപ്പനയിലൂടെ ആകെ ലഭിച്ച വരുമാനത്തിൽ 16,000 കോടി രൂപ നികുതി ഇനത്തിൽ ആണെന്നാണ് വിലയിരുത്തൽ. മദ്യവിൽപ്പന ഔട്ട്ലെറ്റുകളുടെ നവീകരണം പോലും യാഥാർത്ഥ്യമാകാൻ വൈകുമ്പോഴാണ് ഖജനാവിനെ തന്നെ പിടിച്ചു നിർത്തുന്ന ഈ വലിയ നേട്ടം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.